കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 2, 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ആട്ടിടയന്മാർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ചും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിൻ്റെ പരിച്ഛേദനത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. കർത്താവിൻ്റെ സുവിശേഷം. സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2014 ആദ്യ മണിക്കൂറിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലൊക്കെ വലിയ പ്രതീക്ഷകളും വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ പറയാറുള്ളത് പോലെ ഈ വർഷമെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിലവർ വെച്ചാൽ 1-ാം തീയതി മുതൽ തുടങ്ങണം. ഇന്ന് ഈ പറയുന്ന 1-ാം തീയതി എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ന് തുടങ്ങിയാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. പല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ പരിശുദ്ധ അമ്മ ദൈവമാതാവ് എന്ന തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭ നമുക്ക് തന്നിരിക്കുന്ന 3 വായനകളും എനിക്ക് തോന്നുന്നു ഈ പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതിൻ്റെ ആദ്യ വായന നമ്മൾ കേട്ടു, സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നാണ്. അഹ്റോനോടും പുത്രന്മാരോടൊക്കെ ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജനത്തെ അനുഗ്രഹിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളെ ഉണ്മയിൽ ദൈവം കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞു. സമാധാനം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞു. അനുഗ്രഹിക്കുക, അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. എനിക്ക് തോന്നുന്നു ഈ വർഷക്കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം നമ്മുടെ ജീവിതത്തെ നോക്കി ഈ അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ പറയാൻ പഠിക്കണം. ഇത് പഠിക്കാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടില്ല. നിരന്തരമായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മുടെ മേൽ വർഷിക്കപ്പെടുമ്പോൾ ഇത് നാം സ്വീകരിക്കേണ്ടതിന് നാം അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ നമ്മളോട് തന്നെ പറയാൻ നമ്മൾ പഠിക്കണം. പലരെ ശ്രവിക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അവർ തങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതും വളരെ നിരാശാജനകമായും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും, അച്ഛാ ഒന്നും ശരിയാകാൻ പോകുന്നില്ല, അച്ഛാ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, അച്ഛാ എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നു, ഇന്നലകളിൽ ഇങ്ങനെയായിരുന്നു, നാളെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വളരെ നെഗറ്റീവായിട്ടും ഒരു വിധത്തിലും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കാം? ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നാം നമ്മളോട് തന്നെ അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ പ്രഖ്യാപിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അവസ്ഥകളെ ഒരു പോസിറ്റീവായിട്ട് ജീവിതത്തിൽ എടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ഈ അവസ്ഥകളെ നോക്കി പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റണം. അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ ആ വിഷയങ്ങൾ നോക്കി സംസാരിക്കാൻ പറ്റണം. ഇന്ന് ജോലിയില്ലേ, ഞാൻ എന്നോട് നോക്കി പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടും, ഇതൊരു പോസിറ്റീവാണ്. ഒരു കുഞ്ഞില്ലാത്ത അവസ്ഥയിലാണോ, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരും, അല്ലാതെ ഇത്രയും നാൾ തന്നില്ലല്ലോ ഇനി എനിക്ക് കിട്ടുകയില്ല, ഇത് ടോട്ടലി നെഗറ്റീവാണ്. അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇതുവരെ ശരിയായിട്ടില്ല എന്ന് കരുതി നാളെ അത് ശരിയാകണമെന്ന് അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്വരം, നാം നമ്മളോട് സംസാരിക്കുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതുമായ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അനുഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അപരനും സ്വയവും ആത്മബലവും ധൈര്യവും നൽകുന്ന വാക്കുകളല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും സന്തോഷിക്കാനോ
പ്രതീക്ഷിക്കാനോ പ്രത്യാശയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എത്ര കണ്ട് ആത്മീയമായി വളർന്നവരാണെങ്കിലും നമ്മുടെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെ വാക്കുകളായിട്ട് മാറണം. അതുകൊണ്ടാണ് ആദ്യവാരം നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? നമ്മളൊരു അനുഗ്രഹമാകണം, നമ്മുടെ വാക്കുകൾ അനുഗ്രഹമാകണം, നമ്മളിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുന്ന വാക്കുകൾ പറയണം. ആ കുടുംബത്തിൽ മക്കളെ നോക്കിയാണെങ്കിലും സാഹചര്യങ്ങളെ നോക്കിയാണെങ്കിലും പ്രശ്നങ്ങളെ നോക്കിയാണെങ്കിലും അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ സംസാരിക്കാവൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കിയേ, തീർച്ചയായിട്ടും 2024 മറ്റെല്ലാ വർഷങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് മാറും. ഇനി രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഏറ്റവും സുന്ദരമായൊരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് തിരിച്ചറിയണമെന്നാണ് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ അടിമത്തത്തിലേക്ക് പോകില്ല. നിങ്ങൾ മക്കളായതുകൊണ്ട് അവകാശികളാണെന്നാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. നിങ്ങൾ മക്കളാണ്, അടിമകളല്ല, ജാരസന്തതികളല്ല. നിങ്ങൾ മക്കളെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവകാശികളാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് പാപം പോലും ഉപേക്ഷിക്കാൻ പറ്റുക, സ്വർഗത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുക. പാപത്തിൻ്റെ പടുകുഴികളിലും ദൈവത്തിൻ്റെ കാരുണ്യത്തെ വിശ്വസിച്ച് ദൈവസ്നേഹത്തിലേക്ക് ജീവിതം സമർപ്പിച്ച് ജീവിതം പുനരാരംഭിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന് തിരിച്ചറിവ് കിട്ടണം. ധൂർത്തപുത്രന് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ? അവൻ പന്നിക്കൂട്ടി കിടക്കുന്ന സമയത്ത് അവനൊരു ബോധ്യം കിട്ടി, ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നേ? അടിമകൾ പോലും സുഭിക്ഷമായിട്ട് സ്വഭവനത്തിൽ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ അപ്പൻ്റെ മകനാണ്. മകൻ ഇവിടെ കിടക്കേണ്ടവനല്ല, തിരിച്ചു പോകേണ്ടവനാണെന്നും അപ്പൻ്റെ സ്നേഹം അനുഭവിക്കേണ്ടവനാണെന്നും അപ്പൻ്റെ സ്നേഹത്തിൻ്റെ അവകാശിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടിയപ്പോഴാണ് അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പോൾ ചില തിരിച്ചറിവുകൾ നമ്മുടെ ഈ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ ഈ വർഷത്തെയും കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി മാറ്റും. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് എന്താ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ദൈവത്തിൻ്റെ മക്കളെങ്കിൽ അവകാശികളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ദൈവത്തോട് ചേർന്നും സ്വർഗത്തോട് ചേർന്നും എടുക്കാൻ പറ്റണം. അത് നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ആരംഭിക്കണം. ഇന്നിൻ്റെ എൻ്റെ തീരുമാനങ്ങൾ സ്വർഗത്തിന് വേണ്ടിയുള്ളതാകണം. ഇന്നിൻ്റെ എൻ്റെ നിലപാടുകൾ സ്വർഗത്തിന് വേണ്ടിയുള്ളതാകുമ്പോൾ എൻ്റെ ജീവിതം ഈ വർഷം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇടയന്മാരെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക. ഇടയന്മാർ ചെയ്തൊരു കാര്യം അത് വളരെ സുന്ദരമായൊരു കാര്യമാണ്. അവർ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുക, തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ചും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത, ദൈവം വെളിപ്പെടുത്തിയ സകല കാര്യങ്ങളെക്കുറിച്ചും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ 2024 കാലെടുത്ത് വയ്ക്കാൻ പറ്റിയതുപോലും ദൈവത്തിൻ്റെ ഔദാര്യമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. എത്രയോ പേര് 2023 നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടപ്പറപ്പുകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവരൊക്കെ ഒരുപക്ഷെ 2023 വിട പറഞ്ഞിട്ടുണ്ടാകാൻ. 2023 നമ്മളോടൊപ്പമില്ല. ഇത് ഇടയന്മാർ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്തുതിയുടെ, അനുഗ്രഹത്തിൻ്റെ, നന്ദിയുടെ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റണം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ് എന്നറിഞ്ഞുകൊണ്ടും ഓരോ ദിവസവും ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ആ സമ്മാനം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് പരിശുദ്ധ അമ്മയും ചെയ്തത്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ ചിത്തം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രഗീതം നമ്മൾ നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സ്തോത്രഗീതമാണ്. ഒരു സ്തോത്രഗീതമായി നമ്മുടെ ജീവിതം മാറട്ടെ, ഈ വർഷം മാറട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും നോക്കി ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു ആത്മധൈര്യവും ഒരു കരുത്തും പരിശുദ്ധാത്മാവ് ഈ പുതിയ വർഷത്തിൽ നമുക്ക് തരട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടുകയും ചെയ്യാം. സർവശക്തനായ ദൈവം
നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.